നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് ഈവിനെ പറ്റിയാണ്. ക്രിസ്മസ് ഈവ് ഒക്കെ ആയിട്ട് എവിടെ പോകും നോക്കിയപ്പോഴാണ് നമ്മുടെ തൃശ്ശൂർ അവന്യൂ റോഡിൽ പരിപാടി നടക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടാ, പിള്ളേരും വിളിച്ച് നേരെ അങ്ങോട്ട് വിട്ടു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏതാണ്ട് ഒരു 8:30 ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവിടെ വല്ലാണ്ട് തിരക്കുണ്ടായില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നടക്കാൻ പോലും സ്ഥലമില്ലാണ്ടായി. ഏതാണ്ട് അരി സ്റ്റോറോട് എത്തിയപ്പോൾ അവിടെ കുറെ സ്റ്റോളുകളും കാര്യങ്ങളും കണ്ടു. അപ്പൊ പിന്നെ എന്തായാലും ഒന്ന് കയറിയൊക്കെ വെച്ച് വണ്ടിയും പാർക്ക് ചെയ്ത് അങ്ങ് നടന്നു. സ്റ്റോളുകളിൽ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് പറ്റിയൊരു ഐറ്റം അവിടെ ഉണ്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ 1 മിനിറ്റിൽ 60 ബെഞ്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ അത് വെറുതെ ഒന്നല്ല കേട്ടോ, 40 രൂപ കൊടുത്തിട്ട് ഞാൻ അങ്ങ് കളത്തിലിറങ്ങി. ഓവർ കോൺഫിഡൻസ് കൊണ്ടാണോ അതോ ജിമ്മിന് പോയിട്ട് 2 മാസമായതുകൊണ്ടാണോ എന്നറിയില്ല. 60-ൽ 57-ാമത്തേൽ ഞാൻ അങ്ങ് പോയി. ഇപ്പോഴും വിട്ടുകൊടുക്കാൻ എൻ്റെ നൻപനായ ഫഹദ് സമ്മതിച്ചില്ല. എനിക്ക് വിഷമമെന്ന് വെച്ചിട്ട് ചെക്കൻ അങ്ങ് കളത്തിലിറങ്ങി. സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് അറിയാണ്ട് നമ്മൾ ഇവിടുന്ന് പോയില്ലെന്ന് ചെക്കൻ എനിക്ക് വാക്കാന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ 60 പുട്ട് പോലെ അടിച്ചിട്ടുണ്ട് കളത്തിൽ നിന്ന് ഇറങ്ങിയത്. അതും കഴിഞ്ഞൊന്ന് നടന്നു തുടങ്ങിയപ്പോഴേക്കും ചെക്കൻ്റെ പേരങ്ങ് വിളിച്ച് സ്റ്റേജിൽ നിന്ന്. പിന്നെ അതിലെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ ആ ഗിഫ്റ്റ് പൊട്ടിക്കാൻ ചടങ്ങിലേക്ക് അങ്ങ് കടന്നു. ഞങ്ങളുടെ 4 പേരെയും കണ്ണ അതിലേക്ക് മാത്രമായിരുന്നു. എന്താണെന്ന് അറിയാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. സാധനം പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴൊരു ഗസ് ഉണ്ടായിരുന്നില്ല എന്താവും അതിരുന്ന്. അങ്ങനെ അതിന്റെ തൊലിയൊക്കെ കുരിച്ച് പുറത്തേക്ക് എടുത്തപ്പോഴാണ് മനസ്സിലായത് അതിൽ കപ്പും പ്ലേറ്റും ഒക്കെയാണെന്ന്. സംഭവം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമൊന്നുമില്ല. എന്തായാലും ഇതുകൊണ്ടെങ്കിലും വീട്ടുകാർക്ക് ഉപകാരപ്പെട്ടെ. അങ്ങനെ ചെസ്റ്റൊക്കെ പമ്പ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം തിരക്കായിരുന്നു റോട്ടിൽ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ചാനൽ കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് പോകുന്നത്. നിങ്ങളുടെ ഓരോ ക്ലിക്കിനും എനിക്ക് വീഡിയോസ് അപ്ലോഡ് ആക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൂടെ ആവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ട്രാഫിക്കിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ പൈസ ഇട്ടുകൊണ്ടിരിക്കുന്നു കണ്ടേ. അതാണെങ്കിൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായില്ല. അങ്ങനെ അതൊന്നും ഉള്ളിലേക്ക് വെക്കണതിൻ്റെ ഇടയിൽ കുറച്ച് മിഠായും അങ്ങെടുത്ത് പൊക്കി. ട്രാഫിക് ആയതുകൊണ്ട് തന്നെ ഓരോന്ന് വാലിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പ്രീമിയം കാർസും മോഡിഫൈഡ് കാർസും ബൈക്സും എല്ലാം അങ്ങ്. അതിന്റെ കൂടെ തന്നെ DJ സെറ്റപ്പ് ആയിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ അങ്ങ് എത്തി. അങ്ങനെ ഏതാണ്ട് പരിപാടിയൊക്കെ തീരാറായപ്പോഴേക്കും നമ്മുടെ ബോച്ചി അങ്ങ് എത്തി. അത് ആ തിരക്കിൻ്റെ ഇടയിൽ ആശം നടന്നാണ് വന്നത്. ഇത്ര എടുത്തിട്ട് ഒരു കൈ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വെച്ച് ഞാൻ പോയി ഒരു കൈ അങ്ങ് കൊടുത്തു. അപ്പോഴേക്കും അവിടെ തിരക്കൊക്കെ കഴിഞ്ഞ് റോഡൊക്കെ ഫ്രീ ആയി തുടങ്ങിയിരുന്നു. പിന്നെ അങ്ങ് വീട്ടിലേക്ക് തെറിക്കാന്നുള്ള മൈൻഡിൽ പോണ വഴിക്ക് ഓരോ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്താറായപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ പാടത്തൊക്കെ ആകെ മഞ്ഞ് നിറഞ്ഞിരിക്കായിരുന്നു. ഉച്ചയ്ക്ക് നല്ല ചൂടാണെങ്കിലും രാത്രി ഇവിടെ ഊട്ടി തന്നെയാണ്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.